രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണ്ടെന്ന് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചു. പക്ഷേ അടുത്ത പ്രാവശ്യം സീറ്റ് കൊടുക്കത്തില്ല. അപ്പോൾ എനിക്കൊരു സംശയം, TG ഈ നമ്മൾ ഈ രാഹുൽ വിഷയം ഉണ്ടായപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ വാർത്ത വരുമ്പോഴാണ് ഇപ്പോൾ ചേട്ടൻ നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത്. ശരിക്കും രാഹുൽ രാജിവെക്കണം? നിയമപരമായിട്ട് രാജിവെക്കണം. വേണ്ടല്ല, ഒരു കേസുമില്ല, ഒരു പരാതിയില്ല, ഒന്നുമില്ല, കഴിഞ്ഞു. പിന്നെന്താ? എന്നാലും പൊതുജീവിതത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ധാർമ്മികത, സദാചാര മൂല്യം ഒക്കെ വേണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസമാണ് പാർലമെൻറ്റിൽ 30 ദിവസം ജയിലിൽ കിടന്നാൽ 31-ാം പക്കം രാജിവെക്കണം അല്ലെങ്കിൽ പുറത്ത് കളയും എന്ന് പറഞ്ഞിട്ടൊരു ബില്ല് നരേന്ദ്രമോദി കൊണ്ടുവന്നു. അന്ന് ഈ മാന്യന്മാരെല്ലാം കൂടെ എന്താ പറഞ്ഞു? അതും ഇതുമായിട്ട് എന്താ ബന്ധമെന്നോ? കുറ്റവാളിയായ ഒരു മനുഷ്യൻ, അന്ന് ഇവർ പറഞ്ഞത് അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്, ആരോപണം മാത്രമല്ലേ വന്നുള്ളൂ, കോടതിയിൽ നിന്ന് ശിക്ഷയൊന്നും കിട്ടിയില്ലല്ലോ, പിന്നെ എന്തിനാണ് അയാൾ സ്ഥാനം രാജിവെക്കുന്നത്? ഇതായിരുന്നല്ലോ വാദം. ഇപ്പം എന്തിനാ ഇതൊന്നുമില്ലാത്ത ചെറുക്കനെ കൊണ്ട് ഇവർ രാജിവെപ്പിക്കുന്നത്? ഞാനതാന്ന് ചോദിക്കുന്നു. ഈ നരേന്ദ്രമോദി ലോക്സഭയിൽ കൊണ്ടുവന്ന ബില്ലിൽ കുറ്റം ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. 5 വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റത്തിന് റിമാൻഡ് ചെയ്ത് സബ് ജയിലിൽ കിടക്കുകയാണ് കക്ഷി. 30 ദിവസമായി ജാമ്യം കിട്ടിയിട്ടില്ല. 31-ാം ദിവസം ഓട്ടോമാറ്റിക്കലി ഔട്ട്. ഇതാർക്ക്? മന്ത്രിമാർ, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി. MLAയ്ക്കും MP ക്കും അല്ല. MLA MP രാജിവെക്കണമെന്നും ബില്ലിലില്ല. MLA MP ക്കൊക്കെ തുടരാം, എത്ര കാലം വേണമെങ്കിലും ജയിലിൽ തുടരാം. ഇയാൾ ജയിലിലൊന്നും പോയിട്ടില്ല. ഇങ്ങനെ ചുമ്മാ പയർ പോലെ തെക്ക് കൊടുക്കണൊക്കെ നിയമമല്ല പറയുന്നത്. പിന്നല്ലാതെ ഒരാൾക്ക് ഒരു മര്യാദ വേണ്ടേ? നമ്മുടെ MLA അവൻ പെണ്ണ് കേസി പ്രതി, പെണ്ണുങ്ങൾക്കും പിന്നാലെ നടക്കുന്നവൻ. എൽദോസ് കുന്തപ്പള്ളിക്കോ മറ്റേ വിൻസെന്റിനോ എത്ര പേര്, മുകേഷ്. ഇന്നിപ്പോൾ സ്കൂൾ ശാസ്ത്രമേളയോ എന്താ പരിപാടി പാലക്കാട് തുടങ്ങാൻ പോവാണ്. സ്ഥലം MLA അധ്യക്ഷനാവേണ്ടതാണ്. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി. എനിക്ക് ആദ്യമായിട്ട് ശിവൻകുട്ടി പറഞ്ഞൊരു കാര്യം, ചേട്ടൻ എന്നെ ചീത്ത പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, വിദ്യാഭ്യാസ മന്ത്രിയോട് ബഹുമാനം തോന്നി. കാരണം ഈ പരിപാടി കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്, MLA വന്നിരിക്കരുത്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇത് മറ്റേ കേസിലെ പ്രതിയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളുടെയൊക്കെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുമോ സമൂഹത്തിൽ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ശിവൻകുട്ടിയെ പറ്റി ഈ പിള്ളേർ പറയുമല്ലോ, ഇത് മറ്റേ കേസിലെ പ്രതിയാണെന്ന്. ഏത് കേസിലെ? നെഞ്ചത്ത് മുണ്ട് പണകി കുത്തി മോളിൽ കൂടെ ഡെസ്കിൽ കൂടെ നടന്ന കേസിലെ അതിൻ്റെ വിഷ്വൽ പിള്ളേരെ കാണിക്കാൻ കൊള്ളാമോ? ശിവൻകുട്ടി എവിടുത്തെ മാന്യനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. പരസ്യമായിട്ട് തുണിയിലിഞ്ഞ് കാണിച്ച ആളും യോഗ്യൻ. ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ രഹസ്യമായിട്ടായിരുന്നല്ലോ ഈ ചാറ്റ്. ഇപ്പം ആ പെൺപിള്ളേരാണല്ലോ ഇത് പുറത്ത് വിട്ടതല്ല, രാഹുലായിട്ട് പുറത്ത് വിട്ടതല്ലല്ലോ. അപ്പം അവർ പുറത്ത് വിട്ടപ്പോഴല്ലേ ആ ചാറ്റിനകത്തും ഈ പറഞ്ഞ മാതിരി കടുത്ത അശ്ലീലമോ സംഗതിയോ ഒന്നുമില്ല. എന്തോ ഗർഭചിത്രം നടത്തണം വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തർക്കം. കൊച്ചുകാരിയാണോ? അല്ല, ഈ കൊച്ചുകാരെന്ന് വെച്ചാൽ ഇവർ ഉഭയസമ്മതപ്രകാരം നടത്തിയ ഒരു കാര്യം, അതിനെ തുറന്നുണ്ടായ ഗർഭം, അത് ഛിദ്രിക്കണോ വേണ്ടതെന്ന് അവർ തർക്കിക്കുന്നു. അതിൽ നാട്ടുകാർക്ക് എന്താണെന്ന് ഇത്ര വലിയ കാര്യം? അത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ, അതുവരെ അത് രഹസ്യമായിരുന്നു. ഇതങ്ങനെയല്ല. എന്താണ് ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ? ഈ രാഷ്ട്രീയ പ്രവർത്തനമാണോ ഈ നെഞ്ചത്ത് കൊണ്ടെടുക്കുന്നത്, ബോധം കെട്ട് വീടുന്നത്? ഞാൻ പറയുന്നത് ഇതിനകത്ത് ആരും പുണ്യവാളന്മാരൊന്നുമല്ല. ആരും പുണ്യവാളൻ. ചേട്ടൻ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യണം? ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വുമനൈസറാണ്. അയാൾക്ക് തോന്നിയ കാള കളിച്ച് നടന്നു. അത് കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റിലും ഒക്കെ പതിവുള്ളൊരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരെന്താ മോശമാണ്? പി ശശി എന്തിനാണ് ഇവിടെ പോയത്? കോയമ്പത്തൂർ ആയുർവേദ ചികിത്സയ്ക്ക് പോയത് പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്തിട്ട്. അതിന് തെളിവൊന്നുമില്ലല്ലോ. എന്ത് തെളിവ്? ഒരു ചാറ്റുണ്ടോ, ഒരു വോയിസ് ഉണ്ടോ, ഒരു പരാതി ഉണ്ടോ, ഒരു ഇന്റർവ്യൂ ഉണ്ടോ? ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലും ചോദിക്കുന്നത്. ചാറ്റുണ്ട്, വോയിസ് ഉണ്ട്, പരാതിയുണ്ട്, ഇന്റർവ്യൂസ് ഉണ്ട്. പരാതിയില്ല. എവിടെ പരാതി കൊടുത്തു? ഇല്ല, എവിടെ പരാതി കൊടുത്തു? ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയില്ല, ഒരിടത്ത് FIR ഇല്ല, ഒരു അന്വേഷണവും നടക്കുന്നില്ല, ഒരു കണ്ടെത്തലും ഉണ്ടായിട്ടില്ല, ഒരു കോടതി വിധി ഉണ്ടായിട്ടില്ല, ഒരു സമൻസ് വന്നിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു രാജിവെക്കണം എന്ന് രാഹുൽ ചോദിക്കുന്നു. ഇതൊക്കെ തന്നെ അയാളും ചോദിക്കുന്നത്. പക്ഷെ രാഹുലിനെതിരെ ശബ്ദരേഖ വരെ വന്നു. എതിരെ ശബ്ദരേഖ എന്ന് പറഞ്ഞാൽ ആ ശബ്ദരേഖ ആരെങ്കിലും ടെസ്റ്റ് ചെയ്തോ?
ഞാൻ കേട്ട ശബ്ദരേഖയിൽ ചാനലുകാർ പറയുന്നു അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ശബ്ദം മാറ്റിയാണ് അതെ. പക്ഷേ മാനിപ്പുലേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒറിജിനൽ അല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റ് ശബ്ദരേഖ വെച്ചിട്ട് ഈ മനുഷ്യനെ തൂക്കിക്കയറ്റാൻ പറ്റുമോ? ഷടാ ഇത് അതാണ് ഇതിൻ്റെ പുലിവാൽ എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടീ നോക്കിക്കോ, കണ്ടോ ശബ്ദം മാറ്റാൻ പറ്റും. ഇനി ഏതെങ്കിലും പെണ്ണ് എൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ നെഞ്ചത്തേക്ക് വരരുത്. അപ്പോഴേ ഞാൻ മുൻകൂർ ജാമ്യം. കാരണം ഏത് പെണ്ണിൻ്റെയും ഒച്ച കേൾപ്പിക്കാം എന്ന് ചാനലുകാർ തന്നെ സമ്മതിച്ചു. ഞങ്ങൾ ശബ്ദം മാറ്റി പ്രക്ഷേപണം ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ ആപ്പുണ്ട്. അപ്പോൾ ഒറിജിനൽ ശബ്ദം ഏത്? അത് ഒറിജിനൽ തന്നെ ആണോ? ഇതാർക്കറിയാം? പക്ഷെ എന്നിട്ടും ആളുകൾ ശബ്ദമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത ആളുകളുണ്ട്. അല്ല, അത് പല രീതി. ഇത് ശബ്ദം മാറ്റി എന്ന് പറയുമ്പോൾ ഒറിജിനൽ ശബ്ദം ഏതാണെന്ന് അറിയാനായിട്ട് ആൾക്കാർക്ക് ഉത്സാഹം ഉണ്ടാകും. എനിക്കതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് അന്വേഷിച്ചില്ല. നമ്മളൊക്കെ അന്വേഷിച്ചാൽ നമുക്ക് കിട്ടും. പല പേരുകളായിരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ കഥയൊന്നും ഞാൻ പറയുന്നത് ഇതൊക്കെ വെച്ചിട്ട് ഒരു മനുഷ്യൻ്റെ MLA സ്ഥാനം കളയാൻ പറ്റുമോ? എന്നാൽ പിന്നെ അയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാറ്റിയതിനാ? അത് മാറ്റാൻ പാടില്ലായിരുന്നു. അവരുടെ ന്യായം വെച്ചിട്ട്, കോൺഗ്രസിൻ്റെ ന്യായം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് നരേന്ദ്രമോദി ഈ ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സോണിയാഗാന്ധി മുതൽ നമ്മളുടെ പ്രേമചന്ദ്രൻ വരെ, കൊല്ലം MP, ഇവരുടെയൊക്കെ പോയിൻ്റ് ഇതാണ്: കുറ്റവാളിയാണെന്ന് കണ്ടെത്തുന്നവരെ ഇയാൾ ആരോപണ വിധേയൻ മാത്രമാണ്. ശരിയാണല്ലോ. ഇന്നസെൻ്റ് ടിൽ പ്രൂവൺ ഗിൽറ്റി. അതുകൊണ്ട് ഇവരുടെ സ്ഥാനം പോകാൻ പാടില്ല. അപ്പം അന്ന് തന്നെ ലോക്സഭയിൽ അമിത്ഷാ പറഞ്ഞു, ദേ എൻ്റെ പ്രേമേന്ദ്രനൊന്നും സ്ഥാനം പോകില്ല, ഇത് മന്ത്രിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെയാണ്. പ്രേമേന്ദ്രൻ MP അല്ലേ, പ്രേമേന്ദ്രൻ തുടരാം. ജയിലിൽ കിടന്ന് MP ആയിട്ട് തുടർന്നോ, കുഴപ്പമൊന്നുമില്ല. പ്രേമേന്ദ്രൻ വെറുതെ വഴക്കുണ്ടാക്കുന്നത് എന്തിനാ? ദിസ് ബിൽ ഈസ് നോട്ട് മെൻ ഫോർ യു. യു ആർ നോട്ട് എ മിനിസ്റ്റർ ഇൻ ദ സ്റ്റേറ്റ്, യു ആർ നോട്ട് ചീഫ് മിനിസ്റ്റർ, യു ആർ നോട്ട് പ്രൈം മിനിസ്റ്റർ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? പ്രേമേന്ദ്രൻ പറഞ്ഞു, അങ്ങനെയല്ല, നിരപരാധിയാണ്, കുറ്റവാളിയാണ് എന്ന് കോടതി പറയുന്നവരെ നിരപരാധിയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും അങ്ങനെയല്ലേ? കാരണം ആ ബില്ലിൽ കുറ്റം ഏതാന്ന് പറയുന്നില്ല. 5 വർഷത്തിലധികം ശിക്ഷ കിട്ടാവുന്ന കുറ്റം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി എന്ത് ചെയ്യണം? എന്ത് നിങ്ങളെല്ലാം കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയില്ലേ? എനിക്ക് ഒന്നും അതിനകത്ത് പറയാനില്ല. ഓരോ ആളിനും ഓരോ ന്യായമാണ്. ഓരോ ആളിനും ഓരോ ന്യായമാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു? കുഞ്ഞാലിക്കുട്ടിയെ പരസ്യമായിട്ട് വഴിതട നിന്നു, ബഹളം വയ്ക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി തോറ്റുപോകുന്നു. വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നു, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. 24,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി ജയിക്കുന്നു. ഇന്ന് കുഞ്ഞാലിക്കുട്ടി ഒരു കാലത്ത് കുറ്റാരോപിതനായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? ആ ചാനലും പൂട്ടി പണ്ടാറടങ്ങിപ്പോയി. ഗണേഷ് കുമാർ, എത്രയോ പേര്. പക്ഷേ പരാതിയായിട്ട് ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ ഞാൻ പറയും, ആകെ പരാതിയായിട്ട് പുള്ളിയുടെ മുൻ ഭാര്യ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ എത്ര പേര് വരണം? അതിപ്പോൾ ഒരു കേസുണ്ടല്ലോ. ഇതിപ്പോൾ ചേട്ടനോട് ചോദിക്കാൻ പോയാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്നറിയാമോ? ഇങ്ങനെ പെടുത്തിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പാരമ്പര്യം എങ്ങനെയാണ്? രാഷ്ട്രീയക്കാരുടെ മൊറാലിറ്റിക്ക് പ്രത്യേകിച്ച് ഒരു മാനദണ്ഡമൊന്നുമില്ല. രാഷ്ട്രീയക്കാർക്ക് മൊറാലിറ്റി വേണോ? ധാർമ്മികത വേണോ? സദാചാരം? അത് മാറി മാറി വന്നുകൊണ്ടിരിക്കും ജനങ്ങളുടെ അഭിപ്രായം. റീസെൻ്റായ ഒരു പ്രശ്നമാണെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കും. പ്രശ്നം പഴകി കഴിഞ്ഞ് പിന്നെയും ഇയാൾ സർവേ ചെയ്യുകയാണെങ്കിൽ മിടുക്കനാണെന്ന് പറഞ്ഞിട്ട് ജയിപ്പിക്കും. അതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ. ഒരു തിരഞ്ഞെടുപ്പിൽ തോറ്റു, അതാണ് കുഞ്ഞാലിക്കുട്ടിക്കുള്ള ശിക്ഷ. അങ്ങനെയാണ് ഈ പാലക്കാട് ഇപ്പോൾ സാങ്കല്പികമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു, വീണ്ടും തിരഞ്ഞെടുപ്പ് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലും വീണ്ടും അവിടെ പ്ലേസ് ചെയ്യാൻ UDF തീരുമാനിച്ചാൽ പാലക്കാടുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കുക. പാലക്കാടോ എവിടെയാവട്ടെ. ഇല്ല, പാലക്കാടുകാർ ഒരു BJP-കാരനെ ജയിപ്പിക്കാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു. BJP തൂത്തുവാരി ജയിക്കും. ഒന്നും ജയിച്ചില്ല. അതൊക്കെ ഓരോ സമയത്താണ്. BJP തൂത്തുവാരി ജയിക്കുന്ന കാര്യം എന്താ? ഇപ്പോൾ BJP-ക്ക് അനുകൂലമായ അന്തരീക്ഷമാണ് പാലക്കാടുള്ളത്. അതുകൊണ്ടാണ് രാഹുലിൻ്റെ MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന് ഇവർ തീരുമാനിക്കുന്നത്. രാജിവെച്ചു കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാം. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, വിവേചനാധികാരമാണ്. പീരുമേട്ടിലും ഇതുപോലെ കിടക്കുകയാണ്. വാഴൂർ സോമൻ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പോൾ പീരുമേടും പാലക്കാടും ചേർന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെന്ന് വെച്ചോ, BJP ഹാസ് എവറി ചാൻസ് ഇൻ പാലക്കാട്. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ
പ്രോ BJP ആയിട്ട് നിൽക്കുകയാണ് പാലക്കാട്. താമസിക്കും തോറും ചിലപ്പോൾ അത് മാറിപ്പോയി എന്ന് വരാം. ബട്ട് ഇപ്പോൾ ആസ് സച്ച് BJP നമ്പർ 1 ആയിട്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ പാലക്കാട്ടെ വോട്ടർമാർക്ക് തെറ്റുപറ്റിയോ? വോട്ടർമാർക്ക് തെറ്റ് പറ്റിയെന്ന് ഞാൻ പറയില്ല. അവർ ആ ദിവസത്തെ സാഹചര്യം അത് വെച്ചിട്ട് അങ്ങ് വോട്ട് ചെയ്യുകയാണ്. സ്ഥാനാർത്ഥിയുടെ മെറിറ്റ് ഇതൊക്കെ നോക്കിയിട്ട് അങ്ങനെ അങ്ങ് ചെയ്യുന്നതാണ്. ആസ് ഓഫ് നൗ പാലക്കാട് BJPക്ക് നല്ല സാധ്യതയുള്ള മണ്ഡലമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇയാൾ രാജിവെക്കേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചത്. CPM-നും അത് തന്നെയാണ് ആഗ്രഹം. രാജിയൊന്നും വെക്കേണ്ട കേട്ടോ, അവർ രഹസ്യമായിട്ട് വിളിച്ചു പറയും, വേണ്ട രാജിയൊന്നും വെപ്പിക്കല്ലേ, സംഗതി BJPയുടെ കയ്യിലേക്ക് പോകും കേട്ടോ. ഇല്ല, അപ്പോൾ അത് പിന്നെ അല്ല 1-2 ദിവസം കൂടെ നമുക്കിത് മൂപ്പിക്കാം, അത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കൊണ്ടുവരാം. അങ്ങനെ ഒരു പരസ്പര അഡ്ജസ്റ്റ്മെൻറ്റ് ഇവർ തമ്മിലുണ്ട്, LDF UDF തമ്മിൽ. എന്നാലും നമ്മൾ വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിക്കും മുമ്പ് ഞാൻ ചോദിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണോ? വേണ്ടെന്ന്. കാരണം അയാൾ രാജിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് കോൺഗ്രസ്സിൽ ഗതി പിടിക്കില്ല. ഞാൻ അയാളുടെ ചെയ്തിയെ അനുകൂലിച്ച് പറയില്ല. ഈ ചെയ്തി രാഷ്ട്രീയ രംഗത്ത് 100% ആയിട്ട് നിൽക്കുകയാണ്. പുതിയ അത്യപൂർവം പേരെ ഇതില്ലാത്തവരുള്ളൂ. Can you believe Thomas Isaac sending a message inviting മൂന്നാറിലേക്ക് പോകാം? അൺബിലീവബിൾ. അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ കൂട്ടത്തിൽ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രം കുരിശ് കയറ്റുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരുടെ തന്നെ LDF UDF മൊറാലിറ്റി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് രാജിവെക്കേണ്ടത്. അല്ല, എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിലാണെങ്കിൽ ഇവരെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ടീമാണ്. അത് ശിവൻകുട്ടിയാണെങ്കിലും കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ രാജിയില്ല, സസ്പെൻഷൻ മാത്രമാണ്. അടുത്ത പ്രാവശ്യം സീറ്റ് കൊടുക്കില്ല. അടുത്ത പ്രാവശ്യം കൊടുക്കില്ല എന്നൊക്കെ പറയാൻ വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നല്ലാതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.